ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതെ, കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് റവയാണ്. അപ്പം റവയ്ക്കകത്ത് കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പേപ്പർ എടുത്തിട്ടിട്ട് അതിനകത്തോട്ട് കളറ് ആഡ് ചെയ്യാനായിട്ട് റവ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ അകത്തോട്ട് കളറൊക്കെ ഒഴിച്ച് നമുക്ക് റവേനെ കളർഫുൾ റവയാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. നമ്മളടുത്തുള്ള കളേഴ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ. കുറേ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. റെഡ്, മഞ്ഞ, ബ്ലൂ അങ്ങനെ കുറച്ച് കളേഴ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള റവ ഇവിടെ റെഡിയാവും. അപ്പോൾ അതുപോലെ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റെഡ് കിട്ടി, പിന്നെ അതുപോലെ ബ്ലൂ, ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സും നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മഞ്ഞ, വെള്ള അങ്ങനെ എല്ലാം ഉണ്ട്. വെള്ള പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈറ്റ് ആണല്ലോ റവയുടെ കളറ്. ഇതേ ഞാൻ റെഡ് ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ കളറും അതിനകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കാം ഗൈസ്. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഗ്രീനാക്കി, അതുപോലെ ഇനി യെല്ലോ ആക്കി കൊടുക്കാം, അതുപോലെ ബ്ലൂവും ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ കളറും മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, മറ്റേ ഹോമിയോ കുപ്പിയുടെ ഒക്കെ ബോട്ടിൽ ട്യൂബ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, കീ ചെയിനൊക്കെ ആയിട്ട്. പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ ഒരു വീണ് പോവും, തട്ടിപ്പൊട്ടും ഒക്കെ ചെയ്യും. കാരണം ആ ബോട്ടിലെന്ന് പറഞ്ഞാൽ ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ബോട്ടിലാണത്. അപ്പോൾ ഇത് ഇച്ചിരി കൂടി കട്ടിയുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ എല്ലാം നിറച്ചെടുത്തു, ക്യാപ്പൊക്കെ ഇട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കീ ചെയിനാക്കി എടുക്കാനായിട്ട് കീ ചെയിനിൻ്റെ ആ ഒരു സാധനമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കീ ചെയിനായിട്ട് വരും. ചെയിൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളവിടെ ഒരു കമ്പിയുടെ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അതിലൂടെ കീ ചെയിൻ്റെ ഹുക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കീ ചെയിനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു കീ ചെയിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാഗിലും പേഴ്സിലും പൗച്ചിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു കീ ചെയിനാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ കളേഴ്സ്, ഒരുപാട് കളേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലെന്നൊരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.